ഇതാണ് ഭൂട്ടാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ഇവിടം സ്വർഗം പോലെ മനോഹരമാണ്. വളരെ എളുപ്പത്തിൽ നൂലാമാലകൾ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ നിന്ന് ആർക്കും ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന രാജ്യം. ഇതൊക്കെ ഇത്രയ്ക്ക് എളുപ്പമാണോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പോവാമെങ്കിൽ നിങ്ങൾക്കും പോവാം. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് ഭൂട്ടാനിലെത്തിയിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ് ആയിരുന്നു ജയ്ഗൺ. ആ ജയ്ഗൺ വഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വലിയൊരു കവാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമ്മളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. നമ്മൾ വോട്ടർ ID മാത്രം മതി, അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ആധാർ കാർഡ് ഒന്നും നടക്കില്ല. ഫ്ലൈറ്റിൽ നേരിട്ട് ഭൂട്ടാനിലെത്താൻ പറ്റുമെങ്കിലും കൂടുതൽ ചീപ്പായിട്ട് വരാൻ നല്ലത് ബൈ റോഡാണ്. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിൽ നിന്ന് നേരെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള ജയ്ഗണിലും അവിടുന്ന് ബോർഡർ കടന്ന് ഭൂട്ടാനിലുള്ള ഫുൻസിലിംഗിലാണ് എത്തിയത്. വൃത്തിയുള്ള റോഡുകളും പരമ്പരാഗത ശൈലിയിലുള്ള കെട്ടിടങ്ങളുമാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊതിപ്പിച്ചത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് കണ്ടു. അതൊരു ബിൽഡിങ്ങിലെ ഒരു ഫ്ലോർ നിറയെ ഇങ്ങനെ മാർക്കറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ കവറിലിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ചതുരക്കട്ടകൾ യാക്കിന്റെ പാലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസാണ്. ഇവിടെയുള്ളവർ ഇടയ്ക്കിത് വായിലിട്ട് ചവയ്ക്കും. നമ്മളങ്ങനെ മാർക്കറ്റിന്റെ അവിടെ നിന്ന് വന്നിട്ട് ഒരു പാലം കണ്ടു. ഒരു ചെറിയൊരു നടക്കാൻ പറ്റുന്ന പാലാണ്. താഴെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു കമ്പി, നമ്മളെ ഗ്രില്ലില്ലേ, ഇതിൽ ഇങ്ങനെ താക്കോല് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഉള്ള പാലങ്ങളിൽ ലവേഴ്സ് വന്നിട്ട് ഇങ്ങനെ കീ കെട്ടിയിട്ട് പോകും. എന്നുവെച്ചാൽ പ്രണയം സക്സസ് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അതേപോലെ ഇവിടെയും കാണുന്നുണ്ട്. ഇവിടുത്തെ വിശ്വാസം എന്താണെന്നറിയില്ല. ഭൂട്ടാനിൽ ബൈക്ക് റൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും രാത്രിയായപ്പോൾ കരോക്കെ ബാറിലേക്ക് പോയി. അപ്പോൾ കരോക്കെ ബാറുകളുണ്ട് ഇവിടെ. അതായത് ആർക്കെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ പാട്ടൊക്കെ പാടി പെർഫോം ചെയ്തുകൊണ്ട് ആസ്വദിച്ചിട്ട് അത് എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് രാവിലെ ഇമിഗ്രേഷനിൽ പോകണം. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് അറിയില്ല. നമ്മൾ ID കാർഡും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇമിഗ്രേഷനിൽ കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ID കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ പേര് ചോദിക്കും. പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ ഫോട്ടോയും പിന്നെ ഇവിടുത്തെ സൈനും ഒക്കെ വെച്ചിട്ട് സീലൊക്കെ ചെയ്ത് നമുക്ക് തരും. അതാണ് ഇമിഗ്രേഷനിലെ പ്രൊസീജിയേഴ്സ്. ശരിക്കും നല്ല ഗേറ്റ് കടന്നപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ID കാർഡ് അവിടെ കൊടുക്കുന്നു, അവർ നോക്കുന്നു, പേരുമൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നു, പിന്നെ നമ്മൾ കടത്തി വിടുന്നു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അത്ര അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളുടെ പ്രൊസീജിയേഴ്സ് തീരും. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ അവിടേക്ക് പോവുകയാണ്. നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോണത് ഈ ഹിമാലയയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ടീമുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ചേർന്നിട്ടാണ് ഇത് ഓടിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കപ്പ് വെഹിക്കിൾ. ഇതിലാണ് നമ്മളെ ലഗേജും പിന്നെ അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ടൂൾസൊക്കെ ഇതിലുണ്ട്. ഇതിൽ ട്യൂബും പിന്നെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പോണത്. ഭൂട്ടാനിൽ യാത്ര ചെയ്യണമെങ്കിൽ ഗൈഡ് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഭൂട്ടാനിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗൈഡിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ഗൈഡ് നീമ ടോസെ. ഒപ്പമുള്ളത് സുബ്ബസന്മൻ. അങ്ങനെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയെടുത്ത് നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി. അതിനിടയ്ക്ക് വഴിയിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത് കണ്ട് കൊള്ളാലോ എന്നൊക്കെ കരുതി പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടിക്ക് എന്തൊക്കെയോ കുഴപ്പം പോലെ തോന്നി. പല ബൈക്കിന്റെയും ടയറിൽ കാറ്റൊന്നും കറക്റ്റ് ആയിട്ടല്ല. പിന്നെ ബൈക്കിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഹാൻഡിൽ ബാറൊന്നും കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ടയർ കാറ്റ് ഫില്ല് ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് വർക്ക്ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയതാണ്. രാവിലെ ഇമിഗ്രേഷനും ട്രാൻസ്പോർട്ട് ഓഫീസിലും ഒക്കെ പോയി ആകെ ലേറ്റ് ആയിരുന്നു. അതിന്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ സമയം ഉച്ചയായി. ഇതിനിടയ്ക്ക് എൻട്രി പാസും ID കാർഡും കാണിച്ചപ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കടത്തിവിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും പറു ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞ് 2-3 വളവൊക്കെ കയറി ഒരു ഗെത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട് കുറച്ച് അപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മളെ ഗൈഡ് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല സൗകര്യമുള്ള ഹോട്ടൽ. അവിടെ നിന്നുള്ള കാഴ്ചകളും അടിപൊളിയായിരുന്നു.
ഭൂട്ടാൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിലും കിട്ടിയത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. ബോർഡറിൽ നിന്ന് അധികം ദൂരം പോവാത്തോണ്ടാവും ഫുഡ് ഇന്ത്യൻ സ്റ്റൈലായത്. പക്ഷെ പച്ചക്കറിയെല്ലാം ഒട്ടും കെമിക്കൽസ് തളിക്കാതെ ഓർഗാനിക് ആയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും കൂട്ടത്തിലുള്ള പലർക്കും വണ്ടിക്ക് എന്തൊക്കെയോ കുഴപ്പം പിന്നെയും തോന്നി. പ്രോപ്പർ സർവീസ് ചെയ്യാത്ത വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗൈഡിനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് റിസ്ക് എടുക്കേണ്ട, വർക്ക്ഷോപ്പിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പറോയിലേക്കുള്ള യാത്ര തുടർന്നു. ജനങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്തായുള്ള സ്വർഗം പോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം. വഴിയിൽ എവിടെയോ വെച്ച് തണുപ്പ് കൂടി സഹിക്കാൻ പറ്റാതായപ്പോ ബാക്കപ്പ് വെഹിക്കിൾ നിർത്തിക്കേണ്ടി വന്നു. നമ്മള് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, കയ്യിൽ ഗ്ലൗ ഇല്ല. പക്ഷെ എനിക്ക് വലിയ സീനില്ല, പക്ഷെ റൈഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ സെറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിച്ചതാണ്. അങ്ങനെ സെറ്ററൊക്കെ ഇട്ടു, ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പെർമിഷൻ ഉള്ളത് 5 nights ആണ്. ഇതിൽ 24 hours ഫ്രീ ആണ്. ടൂറിസം ഡെവലപ്മെന്റിന്റെ SDF ആയിട്ട് 4 ദിവസത്തേക്ക് ഒരാൾക്ക് 4800 രൂപയേ ആയിട്ടുള്ളൂ. പിന്നെ ബൈക്ക് റൈഡ് ഉള്ളതുകൊണ്ട് പാക്കേജിന് വേറെ കൊടുക്കണമായിരുന്നു. സ്റ്റേയും ഫുഡിന്റെ എക്സ്പെൻസും പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് SDF വേണ്ട. 12 വയസ്സ് വരെയുള്ളവർക്ക് SDFന്റെ 50% കൊടുത്താൽ മതി. പാക്കേജ് എടുത്ത് വന്നത് മണ്ടത്തരായെങ്കിലും കൂടെ ഉണ്ടായിരുന്നവരും ഗൈഡും ഡ്രൈവറും പിന്നെ കാഴ്ചകളും അടിപൊളിയായതുകൊണ്ട് റൈഡ് കുറച്ച് രസമായിട്ട് തോന്നി തുടങ്ങി. അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിർത്തിയെടുത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ചെക്കിങ്ങിനായിട്ട് പോലീസൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ പേപ്പറൊക്കെ ശരിയാക്കുന്ന സമയത്ത് അവിടെ കാണാൻ നല്ല സൂപ്പറായുണ്ട്. എല്ലാരും ഫോട്ടോ എടുത്തു. നമ്മുടെ നാട്ടിലെ പ്രകൃതി ഭംഗി ഉണ്ടെങ്കിലും ഭൂട്ടാനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ വൃത്തിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റോ ചവറ് പോലെ പരസ്യങ്ങളുടെ ഫ്ലക്സ് ബോർഡുകളോ ബാനറുകളോ ഒന്നും കണ്ടില്ല. മാത്രമല്ല സെക്കൻഡ് വൈകിയ ആവശ്യമില്ലാതെ ഹോൺ അടിക്കുന്ന പരിപാടിയും ഇവിടെ നടക്കില്ല. ഇന്ത്യയുടെ തൊട്ടടുത്ത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ടും വരാൻ വൈകിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. കുറച്ചൊരു 10 കിലോമീറ്ററും കൂടെ വന്നപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടേക്ക് വന്നതാണ്. നല്ല റെസ്റ്റോറൻ്റാണ്. നമുക്കിവിടെ ടീ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. അതിനിവിടെ നമ്മളിവിടെ ഫ്ലാഗ് കണ്ടു. ഭൂട്ടാൻ്റെ ഫ്ലാഗും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്ലാഗും ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. നല്ലൊരു സൗഹൃദം അത് കാണിക്കുന്നതിനും കൂടി ആയിരിക്കും. പിന്നെ ഇന്ത്യൻസ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഏത് പെട്ടിക്കടയാണെങ്കിലും ഇവിടെ മദ്യം കിട്ടും എന്ന് വെച്ച് വെള്ളടിച്ച് കിറങ്ങി നടക്കുന്നവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. സമയം 5:43 ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേരും വെളിയിൽ ഇരുട്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇരുട്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. കാരണം ഇരുട്ടായതുകൊണ്ട് മിക്കവാറും ഒന്നും കാണാൻ വഴിയില്ല. കിട്ടുന്നതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങോട്ട് നല്ല കട്ട തണുപ്പത്ത് നൈറ്റ് റൈഡ് ആയിരുന്നു. തണുപ്പത്ത് ക്യാമറ എടുക്കാൻ പറ്റാഞ്ഞിട്ട് ഫോണിലാണ് ഇടയ്ക്ക് വീഡിയോ എടുത്തത്. വഴിയിൽ ബൈക്ക് നിർത്തി ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെയും കണ്ടായിരുന്നു യാത്ര. നമ്മളുണ്ടല്ലോ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. നൈറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ റൈഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ആൾക്കാർക്കൊന്നും ധൃതി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര മെല്ലെയാണ് പോണത്. കാരണം ഇവിടെ വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ആൾക്കാർ, അതുകൊണ്ടായിരിക്കും ആർക്കും ധൃതി ഇല്ലാണ്ട് എല്ലാവരും മെല്ലെ മെല്ലെ പോണത്. എന്തായാലും നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി നല്ല റെസ്റ്റ് എടുത്ത് മെല്ലെ മെല്ലെയാണ് പോണത്. നൈറ്റ് റൈഡ് ഭയങ്കര സെറ്റാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ് കേട്ടോ, ഇഷ്ടംപോലെ നക്ഷത്രം. ഞങ്ങളത് കണ്ട് ആസ്വദിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് റൂമൊക്കെ ഒരു ഹോട്ടലിൻ്റെ ഒക്കെ സൈഡിലായിട്ട് റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോവുകയാണ്. സമയം ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തു. പിന്നെ അങ്ങോട്ട് ബൈക്ക് ഓടിക്കുന്നതായിരുന്നു ടഫ്. റോഡോ രാത്രി ആയെന്നുള്ള തോന്നലായിരുന്നില്ല ഞങ്ങൾക്ക് പ്രശ്നം. തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ കൈയൊക്കെ മരവിച്ചു പോകുന്ന തണുപ്പ്. ബാക്കപ്പ് വെഹിക്കിളിന്റെ പുറകിലേ വരാൻ പാടുള്ളൂ എന്ന് ഇവിടെ റൂൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോകാനും പറ്റില്ലായിരുന്നു. അവസാനം എങ്ങനെയെങ്കിലും താമസ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും പരോയിലെ ഹോട്ടലിലെത്തി. അന്ന് എത്തിയ കാര്യമൊന്നും പറയാനൊന്നും പറ്റില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തണുപ്പായിരുന്നു. വണ്ടി നിർത്തിയ പാടാൻ നേരെ നമ്മൾ എൻജിൻ്റെ അവിടെ കൈവച്ച ചൂട് പിടിക്കുകയായിരുന്നു. തണുപ്പ് കാരണം വണ്ടിന്റെ എൻജിന്റെ അടിയിൽ നിന്ന് ചൂട് എടുക്കണാണ്. കൈയൊക്കെ മരവിച്ച് കൈ. അതും കേട്ടല്ലോ
ഈ വലിയ ഗ്ലൗ ഇട്ടിട്ടാണ്, ഇത് സ്നോയിൽ ഉപയോഗിക്കുന്ന ഗ്ലൗ ആണ്, ഇത് ഇട്ടിട്ട് തന്നെ. അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ചായ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ചൂടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയണത് ഇവിടെ ഇത്രയും തണുപ്പില്ല, ഇന്ന് മാത്രമാണ് ഇപ്പോൾ ഇത്രയും തണുപ്പെന്നാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്, ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ചായ കുടിച്ച് ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും റെസ്റ്റോറൻറ്റിലുള്ളവർ നമുക്ക് നല്ല ചൂടുള്ള ഭക്ഷണം സെറ്റ് ചെയ്തിരുന്നു. ഭക്ഷണത്തിന് അപ്പോഴും ഇന്ത്യൻ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ട് നിമയും സുബസന്മനും കഴിക്കാൻ പോയി. നമ്മളെ നൈറ്റിൽ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും 10 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ തണുത്തിട്ടൊന്നും വരുന്നില്ല. ചിൽഡ്രൻസ് പാർക്കിൻ്റെ അതിലേക്കൂടെ ഒരു പാലമുണ്ട്, ആ പാലത്തെ കൂടെ നടക്കുകയാണ്. ഇവിടുന്നാണ് മറ്റേ ഒരു വാലി വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഒരു വ്യൂ പോയിന്റ് ആണിത്. പക്ഷേ ഇപ്പൊ രാത്രിയായിട്ടൊന്നും കാണുന്നില്ല, രാവിലെ നമുക്ക് വന്നിട്ട് കാണാനൊക്കെ പറ്റും. ഇപ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസമായത്. നേരത്തെ ഉണ്ടല്ലോ വന്ന സമയത്ത് നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു തണുപ്പ് കാരണം. ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇവിടുത്തെ വൃത്തിൻ്റെ കാര്യം ഉണ്ടല്ലോ, അത് ശരിക്കും പറയാണ്ടോ ചേട്ടാ. ഓരോ പുഴേൻ്റെ കരയിലും റോഡിൻ്റെ സൈഡിലാണെങ്കിലും ഇപ്പം ഈ പാർക്കിലാണെങ്കിൽ പോലും ഭയങ്കര വൃത്തി. എല്ലാം എപ്പോഴും ഒരു ക്ലീൻ ആക്കി ഇടുന്നുണ്ട് തോന്നണം. ഗുഡ് മോർണിംഗ്. നമ്മൾ പറവൂലെത്തിയിട്ട് രാവിലെ തന്നെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഓരോ സ്ഥലവും ഭയങ്കര ഭംഗിയാണ്. ഇത് ഈ ഒരു ഏരിയയിൽ നിറച്ച് പാടമൊക്കെ ഉണ്ട്. ഇതൊരു പച്ചപ്പ് കഴിഞ്ഞു, ഏകദേശം കൊയ്യാനായിട്ട് നിൽക്കുകയാണ് തോന്നുന്നു. ഇവിടെ തണുപ്പ് തുടങ്ങിയോണ്ട് ഇനി എപ്പോഴാണ് കൊയ്യുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ വായിൽ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ട് നിറച്ചു. ഇതിൻ്റെ പുറകിൽ വലിയൊരു മലയുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ കുറേ ട്രഡീഷണൽ ഹൗസുകളും പിന്നെ അല്ലാത്ത ഹൗസുകളും വലിയ നല്ല നമ്മളവിടെ ഇപ്പോൾ പഴയ വീടുകളും പുതിയ വീടുകളും ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ പക്ഷേ ട്രഡീഷണൽ ഹൗസിനൊക്കെ ആണെങ്കിലും പുതിയ വീടിനാണെങ്കിലും ആ ഒരു ഇവരുടെ ആ ഒരു ചിത്രപ്പണികളും ജനലിൻ്റെയൊക്കെ ആ ഒരു വർക്കുകളൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 6:30 കേട്ടോ. 3 ഡിഗ്രിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ കണ്ട പാലയില്ല, അവിടെ നിന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഒരു മൊണാസ്ട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് 15-ാം നൂറ്റാണ്ടിലുള്ളതാണ്, വളരെ പഴക്കം ചെന്നതാണ്. പക്ഷെ അതൊന്ന് നവീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും കേടുവരാതെ നോക്കണമല്ലോ. മൊണാസ്ട്രിയുടെ ഉള്ളിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് രാവിലെ. അവർ പ്രാർത്ഥിക്കുക, അതിൻ്റെ കൂടെ അവർക്കൊരു എനിക്ക് തോന്നുന്നു അവർ ചിലർ സ്പീഡിൽ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്കൊരു വ്യായാമം കൂടി ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇവിടുത്തെ ചടങ്ങുകൾ ആചാരങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ ആണെങ്കിൽ ഈ കല്ലുകളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, കുറേ കല്ല് കൂട്ടം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓരോ റൗണ്ട് തീരുമ്പോഴും ഒരു കല്ലെടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ ഇവരുടെ കയ്യിലും ജപമാലയൊക്കെ ഉണ്ട് കേട്ടോ. ജപമാലയിൽ ഇങ്ങനെ നമ്മളെ നാട്ടിലെ ജപമാല പോലെ തന്നെ ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ മന്ത്രം ഇങ്ങനെ ഉരുവിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞി തൊട്ടികളിങ്ങനെ ചങ്ങലയിട്ട് താഴേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വെള്ളം വീഴാൻ വേണ്ടി നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക്കും അല്ല, എന്നാൽ നല്ലൊരു വൃത്തിയായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. നല്ലൊരു മൊണാസ്ട്രിയാണ്. കാരണം ഭയങ്കര പീസാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല, എല്ലാവരും മന്ത്രം ചൊല്ലിയിട്ടൊക്കെ നടക്കുന്ന കാരണം. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു നടന്നു. മലനിരകൾക്കിടയിലൂടെ തെളിനീരുള്ള പരോ നദിയുടെ വരവ് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ വണ്ടികൾ വളരെ കുറവാണ്. ഇവിടെയുള്ള ഓരോ സ്ഥലവും വളരെ ഓർഗനൈസ്ഡ് ആണ്. ഗവൺമെന്റിന്റെ റൂൾ ഉള്ളതുകൊണ്ട് ബിൽഡിംഗ് ഒക്കെ 6-7 നിലകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോയി. ഇന്ന് നമ്മൾ പോണത് പരോ തക്സങ് എന്നറിയപ്പെടുന്ന ക്ലിഫ് സൈഡിലുള്ള ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല എനർജിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും ചിലരുടെ ബൈക്കിനൊക്കെ ചില ഇഷ്യൂ ഉണ്ട്, അത് പറ്റുകയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിക്കണം. ഇന്നിപ്പം കുറച്ച് ദൂരമേ ഉള്ളൂ, ഇവിടുന്ന് 30 മിനിറ്റ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 30 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അങ്ങനെ വലിയ റോഡുകളും ഇടറോഡുകളും ഒക്കെ കടന്ന് ഞങ്ങൾ ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി കയറാനുള്ള യാത്ര തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്ന് 9678 അടി ഉയരത്തിലുള്ള മൊണാസ്ട്രിയിലേക്ക് കുറച്ച് ടഫായിട്ടുള്ള ട്രക്കിംഗ് ആണ്. മലയുടെ ചെരുവിലുള്ള ഈ മൊണാസ്ട്രി ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കിൽ ഒന്നാണ്. ഇതൊരു ട്രക്കിംഗ് മാത്രമല്ല കേട്ടോ,
ഭൂട്ടാനിലെ കൾച്ചറും ഇവിടുത്തെ പ്രകൃതിയും കൂടുതൽ അറിയാനുള്ള യാത്ര കൂടിയാണ്. പക്ഷെ അത്രയും ദൂരം ഈ ക്ലൈമറ്റിൽ നടന്നു കയറാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്.